ജനങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ PSC പിരിച്ചുവിടാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, പിണറായി ഭരണത്തിന് കീഴിൽ PSCയിൽ നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളെക്കുറിച്ചും CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. PSCയെ പൂർണ്ണമായും മാർക്സിസ്റ്റ് പാർട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ പാർട്ടി നേതാക്കളെയും കേഡറുകളെയും പാർട്ടി നേതൃത്വത്തിൽ സ്വാധീനമുള്ളവരെയും തിരികെ കയറ്റിയതുപോലെയാണ് ഇടത് ദുർഭരണകാലത്ത് PSCയിലും നിയമനം നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് BJP ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് ഗുരുതരമായ സംഭവം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും പ്രതിപക്ഷത്തിരുന്നപ്പോൾ PSC നടത്തിയ പരീക്ഷകളെക്കുറിച്ച്, മൂല്യനിർണ്ണയത്തെക്കുറിച്ച്, അതേപോലെ റാങ്ക് പട്ടിക തയ്യാറാക്കിയതിനെക്കുറിച്ചും നിയമനത്തെക്കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങൾ നിയമസഭക്കകത്തും പുറത്തും ഉന്നയിച്ച മുഖ്യമന്ത്രി VD സതീശൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും മൗനം പാലിക്കുന്നത്? നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കസേരയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പദവിയിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും മുഖ്യമന്ത്രിയായി. പക്ഷേ ആ അന്തർധാര ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് PSCയിലെ തട്ടിപ്പുകളെക്കുറിച്ച്, ക്രമക്കേടുകളെക്കുറിച്ച്, തീവട്ടിക്കൊള്ളയെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്. ഇപ്പോൾ ആകെ നടത്തുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം നമ്മുടെ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ച് മാത്രമാണ്. ആ ക്രമക്കേടുകളെന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, കേരളത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ, ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് ഈ PSC എന്ന് പറയുന്നത്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ പ്രതീക്ഷയോടുകൂടിയാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്നത്. പക്ഷേ ആ പബ്ലിക് സർവീസ് കമ്മീഷനിലാണ് തീവട്ടിക്കുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആസൂത്രണ ബോർഡിൽ ചീഫ് നിയമനത്തിൽ നടത്തിയ പരീക്ഷ, അതിലൊരു നിയമനം മാത്രമാണ് നടന്നതെങ്കിലും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്, ഒരു CPMൻ്റെ പ്രമുഖനായ നേതാവിന് വേണ്ടിയിട്ട് 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തിയില്ല. ആ 10 ചോദ്യങ്ങളിൽ ഈ പാർട്ടി സഖാവ് 4 എഴുതാതെ വിട്ടു, 6 എന്തൊക്കെയോ കുറിച്ചിട്ടു. ഇത് മൂല്യനിർണ്ണയം നടത്തിയിരുന്നുവെങ്കിൽ ഈ പാർട്ടി സഖാവിന് ഈ ജോലി കിട്ടില്ല. അപ്പോൾ പാർട്ടി സഖാവിന് ജോലി കിട്ടാൻ മൂല്യനിർണ്ണയത്തിൽ നിന്നും 10 ചോദ്യങ്ങളെ മാറ്റി. ഇത് പുറത്തു വന്നു. ഇതുപോലെ എത്ര തട്ടിപ്പുകൾ കഴിഞ്ഞ 10 വർഷത്തിലുള്ള നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇത് PSC ചെയർമാനും 2 CPM അനുകൂല പ്രതിനിധികളുമാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. അപ്പോൾ PSC ചെയർമാൻ, അതുപോലെ CPMൻ്റെ 2 പ്രമുഖരായ ആളുകൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തവർ ഈ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ്. CPMൻ്റെ നിർദ്ദേശമില്ലാതെ ഈ തട്ടിപ്പ് നടത്തില്ല. അപ്പോൾ CPMനും ഇതിൽ പങ്കുണ്ട്.
അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇതുപോലെ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിലെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടാവും. മാർക്സിസ്റ്റ് SFIയുടെ, DYFIയുടെ, CPMൻ്റെ നിരവധി പോഷക സംഘടനകളുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ, അവരുടെ ബന്ധുക്കൾ, അവരിൽ സ്വാധീനമുള്ളവർ നിയമവിരുദ്ധമായിട്ട് 10 വർഷത്തിനുള്ളിൽ നിയമനം നേടിയിട്ടുണ്ട്. ഈ നിയമനത്തിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ പരിഗണനയുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആരെയാണോ നിർദ്ദേശിച്ചത് അവർക്കായിരിക്കും നിയമനം കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ രാഷ്ട്രീയ പരിഗണന ഇതിൽ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപകമായി സാമ്പത്തിക ഇടപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയും DYFIയും ഇതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഇതെല്ലാം പുറത്തു വരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയായ CBIയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ. മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായ സമയത്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെടുന്നു, അന്നത്തെ മുഖ്യമന്ത്രിയായ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് BJP ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഈ 10 വർഷത്തെ നിയമനത്തെ സംബന്ധിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഭരണകൂടത്തോട് പറയാൻ ധൈര്യം കാണിക്കുമോ? അല്ലെങ്കിൽ പറയണം, അഭിപ്രായം എന്താണെന്ന് പറയണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, ജനങ്ങൾക്ക് ഈ PSCയിലെ വിശ്വാസം നഷ്ടപ്പെട്ടു, അവിടെ പിരിച്ചുവിടുക, പുതിയ സംവിധാനം കൊണ്ടുവരിക. ആ പുതിയ സംവിധാനത്തിനെ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം. അടിയന്തരമായിട്ട് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തണം. മാത്രമല്ല ഈ ഇത്രയും വലിയ ഒരു കമ്മിറ്റി സംവിധാനത്തിന് ഒരു ആവശ്യമുണ്ടോ? ഒരു ജംബോ കമ്മിറ്റി ഇതിനു വേണ്ടി ആവശ്യമുണ്ടോ? ഇപ്പോൾ UPSCയിൽ, ഇന്ത്യയിൽ മൊത്തം നിയമനം നടത്തുന്ന UPSCയിൽ ആകെ 9 പേരാ അംഗങ്ങൾ. UPSC അംഗങ്ങൾ 9 പേരാണ്. 3,40,00,000 ജനസംഖ്യയുള്ള കേരളത്തിൽ PSC അംഗങ്ങളുടെ എണ്ണം 16ആണ്. എന്തിനു വേണ്ടിയാ 16 പേര്? ഇവർക്ക് ശമ്പളം, ഇവർക്ക് ഭത്ത, ഇവർ താമസം, ഇവർക്ക് വാഹനം, കോടികളാണ് ഒരു വർഷം ചെലവഴിക്കുന്നത്. 9 പേരെ UPSCയിലുള്ളൂ. ഉത്തർപ്രദേശിൽ 20 കോടിയിലധികം ജനസംഖ്യയുണ്ട്. കേരളത്തിലെ PSC അംഗങ്ങളിൽ പകുതിയിൽ താഴെ മാത്രമേ ഉത്തർപ്രദേശിൽ PSCയിൽ അംഗങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഘടനയിൽ പോലും തട്ടിപ്പാണ്, ഇതിൻ്റെ സംവിധാനത്തിൽ പോലും തട്ടിപ്പാണ്. അതുകൊണ്ടാണ് PSC പിരിച്ചുവിട്ട് പുതിയ സംവിധാനം ഏർപ്പെടുത്തണം. നിയമനിർമ്മാണം നടത്തണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം. PSC പരീക്ഷയും മൂല്യനിർണ്ണയവും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണവും അതുപോലെ തന്നെ നിയമനവും 100% കുറ്റമറ്റതാകണം. അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. അതേ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അതിശക്തമായി PSCയിൽ തട്ടിപ്പുകളെക്കുറിച്ച് നിയമസഭക്കകത്തും പുറത്തും പലതും സംസാരിച്ചതാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? CBI അന്വേഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താ? 10 വർഷം നടന്ന ഈ PSC നിയമന തട്ടിപ്പുകളെക്കുറിച്ച് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ അഭിപ്രായം എന്താ? ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ CPMൻ്റെ കേരള നേതാക്കന്മാർ, CPMൻ്റെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ഡൽഹിയിൽ തമ്പടിക്കുക. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ പോയിട്ട്
സമരപ്പന്തലിൽ പോയി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങളെക്കുറിച്ച് ഇവർ യാതൊന്നും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ 25 ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവർ സമരം ചെയ്യുക. നേരത്തെ ആശാ വർക്കർമാർ നടത്തിയ സമരത്തിനോട് സമാനമായ രീതിയിൽ അത് ശമ്പള വർധനവനായിരുന്നു, ഇത് നിയമനത്തിന് വേണ്ടിയിട്ടാണ്. 25 ദിവസമായി സമരം. ഇന്നു മുതൽ ഞാൻ മനസ്സിലാക്കുന്നവർ നിരാഹാര സമരത്തിലേക്കാണ്. അവർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. PSC പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ജൂലൈ മാസം 15-ാം തീയതിയോട് കൂടിയിട്ട് സ്കൂളിൽ ഈ സ്റ്റാഫ് ഫിക്സേഷൻ കഴിഞ്ഞു. ഒരാളെപ്പോലും നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ അവരോട് ആത്മാർത്ഥയോട് സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ, പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകുന്നില്ല. പക്ഷേ ഡൽഹിയിൽ പോയിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. ഈ തൻ്റെ മൂക്കിന് താഴെ 25 ദിവസമായി സമരം ചെയ്യുന്ന ഈ പാവപ്പെട്ട ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക സമരത്തിന്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സമ്പൂർണ്ണമായും PSC സംവിധാനം തകർന്നിരിക്കുന്നു. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ PSCയിൽ ഇപ്പോഴും 16 പേര്, പക്ഷേ 21 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേരുടെ ഇവരുടെ കണക്ക് പ്രകാരം 5 ഒഴിവുകൾ ഇപ്പോൾ ഉണ്ട് നികത്താൻ. ഇപ്പോൾ 21 പേരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 140 കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നിയമനം നടത്താനുള്ള UPSCയിൽ 9 പേരുള്ള സമയത്താണ് 3,40,00,000 ജനസംഖ്യയുള്ള കേരളത്തിൽ PSCയിൽ 21 അംഗങ്ങൾ നിശ്ചയിച്ചത്. ഈ 21ഉം 3,40,00,000 തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് ഈ CPMകാരും കോൺഗ്രസ്സുകാരും പറയണം. ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ് 25 ദിവസമായി സമരം ചെയ്യുന്ന ഈ LPSD റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സമരം ചെയ്യുന്നവരെ ആ സമരപ്പന്തലിൽ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐക്യദാർഢ്യം ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്.